കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് നേദ്യ എസ് രാജേഷ്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്ക്. അപകടത്തിൽപ്പെട്ടത് കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്. വയനാട് പുനരധിവാസത്തിന്റെ രൂപരേഖ വിശദീകരിച്ച് മുഖ്യമന്ത്രി. 2 എസ്റ്റേറ്റുകളിൽ ടൗൺഷിപ്പുകൾ. കൽപ്പറ്റയിൽ 5 സെന്റിലും നെടുമ്പാലയിൽ 10 സെന്റിലും വീടുകൾ. ഗുണഭോക്താക്കളുടെ പട്ടിക ഈ മാസം 25-നകം. വയനാട് പുനരധിവാസ പദ്ധതിക്ക് ചിലവ് 750 കോടി രൂപ. നിർമ്മാണ ചുമതല ഊരാളുങ്കലിന്. വീടുകൾ പണിയുക പിന്നീട് മുകളിലേക്ക് നിർമ്മിക്കാവുന്ന വിധത്തിൽ. സനാതന ധർമ്മത്തിന്റെ വക്താവല്ല ശ്രീനാരായണ ഗുരുവെന്ന് പിണറായി വിജയൻ വീണ്ടും. ശിവഗിരിയിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പിണറായി. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് കെ സുധാകരനും. പുതുവത്സര തലേന്ന് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. വിറ്റത് 108 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷത്തേക്കാൾ 12 കോടി രൂപയുടെ വർധന. വിൽപ്പനയിൽ മുന്നിൽ പാലാരിവട്ടം ഔട്ട്ലെറ്റ്, തൊട്ടുപിന്നിൽ തിരുവനന്തപുരം പവർ ഹൗസ്. തൃശൂർ പാലയൂർ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ SIക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം. ചാവക്കാട് SI വിജിത്തിനെ മാറ്റിയത് പേരാമംഗലത്തേക്ക്. സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് 5 കിലോമീറ്റർ മാത്രം.